എൻ്റെ പേര് പോൾത്തങ്കം, സുൽത്താൻപേട്ട ഇടവയിൽ നിന്നാണ്. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിരുന്ന സമയത്ത് എനിക്ക് 2 പേരക്കുട്ടികളാണ്. 4 വയസ്സാകുന്ന ഒരു കുട്ടി വന്ന് എന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഒരു തുണിയെടുത്ത് എൻ്റെ കയ്യിലിങ്ങനെ അടിച്ചടിച്ച് നിന്നു. അപ്പം ഞാൻ അവളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ആ കൈ ഒന്ന് പിടിച്ച് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര വേദന എടുത്ത് ഭയങ്കര എന്തോ സംഭവിച്ചതുപോലെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവളെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കണം ഓടിയതെന്ന് പറഞ്ഞാണ് ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതിയത്. പക്ഷേ എത്ര കരഞ്ഞാലും എന്തെങ്കിലും വീഡിയോ കൊടുക്കണമെന്ന് അമ്മച്ചി ഇതാ വീഡിയോ തരുമെന്ന് പറഞ്ഞാൽ വേഗം വരാം. ഇത് അവൾ കരച്ചിൽ നിർത്തുന്നില്ല, ഇങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു, ഈശോ എന്ത് പറ്റി? അപ്പം വീട്ടിൽ അവളുടെ കൈ ഇവിടെ എന്തെങ്കിലും ഇടിച്ചോ, സെറ്റിയിൽ ഇടിച്ചോ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ കരുതി. പല കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ, പിറ്റേ ദിവസം വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വരണം, ഇങ്ങനെയൊക്കെ മനസ്സിൽ പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. കുട്ടി താഴെ നിൽക്കുന്നില്ല, കൈയൊന്നും പൊങ്ങുന്നില്ല, അവളുടെ അമ്മ കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താ കുട്ടി ഇങ്ങനെ കരയുന്നത്? അപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടാകും. അവൻ പറഞ്ഞു, വലത് കൈയാണ് മമ്മി, ഇവിടെ നീരുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പം ഞാൻ ഇത്തിരി മുറിവെണ്ണ ഇട്ടുകൊടുന്നു. 10-11 മണിയായിട്ടും കുട്ടി കരച്ചിൽ നിൽക്കുന്നില്ല. ഒരു ഡ്രസ്സ് ഒന്നും ഇടാനൊന്നും ഇവൾക്ക് പറ്റുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിനൊരു ഭയങ്കര പേടി, എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു അബദ്ധം വന്നല്ലോ. കാരണം എനിക്ക് ഈ ചെറിയ മകൻ 36 വയസ്സായി. അവൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് വേറൊരു കുട്ടി ഇവൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന് കയറിയപ്പം ഞാൻ ആ കുട്ടീനെ ഇങ്ങനെ സാധാരണയായിട്ട് പിടിച്ചു വിട്ടത്. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ കയ്യിൽ പറ്റി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഫാമൊക്കെ തടവിയ ഇത് എനിക്ക് ഓർമ്മ വന്നു. ഈശോയെ, അതുപോലെ വല്ലതും വന്നോ? ഒരു മണിയായിട്ടും ഞാൻ പണ്ടൊക്കെ രാത്രി മെറ്റലിട്ട് രാത്രി നിലവിളിക്കണ കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പം മെറ്റലുണ്ട്, പക്ഷേ ഞാൻ നിലവിളിക്കാറില്ല. പക്ഷേ എനിക്ക് രാത്രി ഉള്ളതുകൊണ്ട് നിലവിളിക്കേണ്ട ആവശ്യമില്ല, വേദന കിട്ടി. ഇപ്പം നിലവിളിയൊക്കെ നിർത്തി. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, ഈശോയെ എനിക്ക് നാളെ ശുശ്രൂഷയ്ക്ക് പോകണം, കുട്ടിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാതെ എനിക്ക് സൗഖ്യപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി 1:30 ആയപ്പം എന്തോ പെട്ടെന്ന് ശബ്ദം, കുട്ടി കരയണ ശബ്ദം. അപ്പം ഞാൻ വേഗം പോയി നോക്കിയപ്പം കുട്ടിക്കത് വേദന, കൈയൊന്നും ഇങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി, അപ്പം 3 മണിക്ക് എപ്പോഴും എഴുതിക്കാറുണ്ടല്ലോ. ഞാൻ എണീറ്റപ്പം, അല്ലെങ്കിൽ അച്ഛനക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ഏതെങ്കിലും ഒരു സമയമായിരിക്കും പ്രാർത്ഥന കരുണക്കൊന്ത ചൊല്ലുന്നത്. ഇപ്പം അച്ഛൻ ഇവിടെ മസ്റ്റായിട്ട് ചൊല്ലിയ സമയത്ത് 3 മണിക്ക് എണീറ്റ ഉടനെ ഞാൻ അച്ഛന് 4 ജോമാല അച്ഛൻ്റെ നിയമങ്ങളെല്ലാം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. 7 കരുണക്കൊണ്ട് പിന്നെ മികാൽമാലയുടെയൊക്കെ പ്രാർത്ഥന ചൊല്ലിയിട്ടേ ബാക്കി ചൊല്ലുള്ളൂ. അപ്പം ഞാൻ അന്ന് പറഞ്ഞു, ഈശോയെ എൻ്റെ കുട്ടിക്ക് ഇന്ന് അസുഖം മാറണം, അച്ഛൻ ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിലും അച്ഛൻ്റെ നിയോഗത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു, ഞാനിവിടെ സാക്ഷ്യം പറയാമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു 5 മണിയാകുമ്പം അവളുടെ അമ്മ അടുക്കളയിലേക്ക് എണീറ്റ് വന്ന ശബ്ദത്തിൽ കേട്ടു, മോളെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല മമ്മി കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ കയ്യൊക്കെ അവൾക്ക് ഇങ്ങനെ അശിക്കുന്നുണ്ടോ? ഓ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കെന്ന് പറഞ്ഞു. 6 മണിയാകുമ്പം കുട്ടി സന്തോഷത്തോടെ തുള്ളി ചാടി വന്നു, കയ്യിലൊരു കുഴപ്പമില്ല, എനിക്ക് നല്ല വിശ്വാസമാണ്. പക്ഷേ ഇത് പ്രാർത്ഥന, കാരണം 1:30 മണിയായിട്ടും കുട്ടിക്ക് ഉടുപ്പിടാൻ പറ്റാത്ത കൈ പൊങ്ങാതിരുന്ന കുട്ടി പിറ്റേ ദിവസം നന്നായി എണീറ്റ് വന്നപ്പം ഈശോ അത് സൗഖ്യപ്പെടുത്തി. അപ്പം ഞാൻ അച്ഛൻ്റെ നിയോഗത്തോട് ഇതും കൂടെ സൗഖ്യപ്പെടുത്തി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്.